ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഹൃദയം തകർന്നുകൊണ്ടാണ് നെയ്മർ ജൂനിയർ ഇന്ന് കളിക്കളത്തിൽ നിന്നും മടങ്ങിയിട്ടുള്ളത്. ഒരു വേൾഡ് കപ്പ് ട്രോഫി നേടുക എന്നുള്ളത് നെയ്മറുടെ വലിയ ഒരു സ്വപ്നമായിരുന്നു. പക്ഷേ അതിപ്പോഴും സ്വപ്നമായിക്കൊണ്ട് തന്നെ അവശേഷിക്കുകയാണ്. ഇനിയൊരു വേൾഡ് കപ്പ് നെയ്മർ ജൂനിയർ കളിക്കാൻ സാധ്യതയില്ല. തൻ്റെ കരിയർ ഇവിടെ അവസാനിക്കുകയാണ് എന്നായിരുന്നു ഇന്നത്തെ മത്സരത്തിന് ശേഷം നെയ്മർ പറഞ്ഞത്. അതൊരു വിരമിക്കൽ പ്രഖ്യാപനമായിക്കൊണ്ടാണ് മാധ്യമങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഏതായാലും നെയ്മറുടെ ഈ വിടവാങ്ങൽ അത് ഫുട്ബോൾ ലോകത്തെ വളരെയധികം സങ്കടത്തിലാഴ്ത്തിയിട്ടുണ്ട്. പലർക്കും നിരാശയുണ്ട്. എതിരാളികൾ പോലും ബഹുമാനിച്ചിരുന്ന, ആരാധിച്ചിരുന്ന ഒരു താരമാണ് നെയ്മർ ജൂനിയർ. അവർക്കെല്ലാവർക്കും സങ്കടമുള്ള ഒരു കാര്യമാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും നെയ്മറുടെ ഈ വിടവാങ്ങലിൽ പല ഇതിഹാസങ്ങളും ഇപ്പോൾ ഇമോഷണൽ ആയിക്കൊണ്ട് പ്രതികരിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് ഇതിഹാസമായ തിയറി ഹെൻറി പറഞ്ഞത് ഇങ്ങനെയാണ്: നെയ്മറെ നോക്കൂ, ഏത് ഫോർമേഷനിലും, ഏത് കണ്ടീഷനിലും, ഏത് പൊസിഷനിലും, ഏത് ശൈലിയിലും കളിക്കാൻ കഴിവുള്ള താരമാണ് നെയ്മർ. നെയ്മറെ കണ്ട് ഫുട്ബോൾ ഇഷ്ടപ്പെട്ട ഒരുപാട് പേർ ഫുട്ബോൾ ലോകത്തുണ്ട്. നെയ്മറുടെ സ്കില്ലുകൾ ഒരുപാട് പേരെ ആകർഷിച്ചതാണ്. നെയ്മറെ കണ്ടു വളർന്ന ഓരോ കുട്ടിയും നെയ്മറെ പോലെ ആവാനാണ് ആഗ്രഹിക്കുന്നത്. ഫുട്ബോളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഫുട്ബോളിന് ഒരുപാട് സംഭാവനകൾ നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ കാലത്തും അസാധാരണമായ ഒരു താരമായിക്കൊണ്ട് നെയ്മർ അറിയപ്പെടും. നെയ്മർ നൽകിയതിനെല്ലാം ഞാൻ നന്ദി പറയുകയാണ്, കാരണം ഞാൻ അദ്ദേഹത്തെ ആസ്വദിച്ചിട്ടുണ്ട്. ഇതാണ് ഫ്രഞ്ച് ഇതിഹാസമായ തിയറി ഹെൻറി പറഞ്ഞിട്ടുള്ളത്. ഇനി മുൻ അർജന്റീൻ സൂപ്പർ താരമായിരുന്ന സെർജിയോ അഗ്യൂറോ പറഞ്ഞത് ഇങ്ങനെയാണ്: നെയ്മർക്ക് ഇന്നത്തെ മത്സരത്തിൽ ഗോൾ നേടാൻ കഴിഞ്ഞതിൽ ഞാൻ ഹാപ്പിയാണ്. തൻ്റെ കരിയറിൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ നെയ്മർ സ്വന്തമാക്കിയിട്ടുണ്ട്. കുറഞ്ഞ സമയം മാത്രമാണ് നെയ്മർക്ക് ഇന്ന് കളിക്കാൻ ലഭിച്ചത്. അദ്ദേഹം ഗോൾ നേടി എന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യമാണ്. എപ്പോഴും എല്ലാവരോടും ബഹുമാനം വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിയാണ് നെയ്മർ. അദ്ദേഹം നല്ല ഒരു വ്യക്തിത്വവുമാണ്. ഇതാണ് സെർജിയോ അഗ്യൂറോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി സ്വീഡിഷ് ഇതിഹാസമായ സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ചിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിക്കൊണ്ട് നെയ്മർ അറിയപ്പെടും. ആദ്യം ബ്രസീലിലും പിന്നീട് യൂറോപ്പിലും നെയ്മർ തൻ്റെ മികവ് തെളിയിച്ചു. അസാധാരണമായ ടാലൻ്റ് ഉള്ള ഒരു വ്യക്തിയാണ് നെയ്മർ. നെയ്മറുടെ സ്കില്ലുകൾ അത് വിശ്വസിക്കാൻ സാധിക്കാത്തതായിരുന്നു. ഇപ്പോൾ ബ്രസീലിയൻ ഫുട്ബോൾ അദ്ദേഹത്തിലെ ഒരു സങ്കടകരമായ കാഴ്ചയായി നെയ്മർ മാറിയിരിക്കുകയാണ്. ഇതാണ് സ്ലാറ്റൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഒരു പൂർണ്ണത കൈവരിക്കാതെ നെയ്മർ ജൂനിയർ തൻ്റെ കരിയറിന് വിരാമം കുറിക്കുകയാണ്. ഇനിയിപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ജേഴ്സിയിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തുമോ എന്നുള്ളത് വ്യക്തമല്ല. വൈകാരികമായിക്കൊണ്ടാണ് അദ്ദേഹം മത്സരത്തിന് ശേഷം ഇപ്പോൾ സംസാരിച്ചിട്ടുള്ളത്. തൻ്റെ കരിയർ ഈ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് താൻ അവസാനിപ്പിക്കുകയാണ് എന്നാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ട് കാണാം.